Friends, we are going to continue with IND AS 8. Okay, so in IND AS 8 we have already learned about accounting policies. Okay, we have already learned about accounting policies. Now we are going to learn about accounting estimates. Accounting estimates ന്റെ definition നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? Accounting estimates എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. Accounting estimates എന്ന് പറഞ്ഞാൽ എന്താ? These are nothing but monetary amounts in the financial statements. Okay, accounting estimates are monetary amounts in the financial statements. എല്ലാ monetary amountsഉം accounting estimates ആണോ? അല്ല. എല്ലാ monetary amounts accounting estimates അല്ല. പിന്നെ എന്തൊക്കെ monetary amounts ആണ്? which are subject to measurement uncertainty. Measurement uncertainty ഉള്ള accounting estimates, monetary amounts നെയാണ് നമ്മൾ accounting estimates എന്ന് പറയുന്നത്. Okay, now the question is, examples we have seen lot of examples. Useful life of assets is an example. Then computation of net realizable value, that is an accounting estimates. Then computation of expected credit loss, that is an accounting estimate. ഇതൊക്കെ accounting estimates ആണ് അല്ലേ? Now you'll have to see, can we change an accounting estimates? Can we change an accounting estimates? Yes, we can change. No issues, because എന്തായാലും അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർമെൻറ്റ് അൺസർട്ടനിറ്റി ഉള്ള ഒരു അസറ്റോ ലയബിലിറ്റിയോ ആണ് അല്ലേ? അപ്പോൾ ആ മെഷർമെൻറ്റ് അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ വിൽ കീപ്പ് ഓൺ ചേഞ്ച്. സോ യു ആർ പെർമിറ്റഡ് ടു ഹാവ് എ ചേഞ്ച് ഇൻ ദി അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ്. ഓക്കെ, അത് പെർമിറ്റഡ് ആണ്. സോ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ഈസ് പെർമിറ്റഡ്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തായിരിക്കണം? Principle for change in accounting estimates. The standard says that whenever there is a change in the accounting estimates, you have to recognize the change prospectively in profit or loss. Okay, so here is the difference between accounting policy and accounting estimates. If it was accounting policy, okay, accounting policy ആയിരുന്നെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? You have to see what? ഒന്നുകിൽ സ്റ്റാൻഡേർഡ് നോക്കുക, ആൻഡ് ഇഫ് ദ സ്റ്റാൻഡേർഡ് ടെൽസ് യു സം മെത്തേഡ് ഓഫ് ചേഞ്ച് ഇൻ ദി അക്കൗണ്ടിങ് പോളിസി, ആസ് പെർ സ്റ്റാൻഡേർഡ്. If no standard, then what you have to do? Retrospective application of change. Okay, on the other hand, accounting estimates എന്താ ചെയ്യേണ്ടത്? Accounting estimates should be prospective application. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പഴയ വർഷങ്ങളിലേക്ക് പോയി ചേഞ്ച് ചെയ്യില്ല, അതൊന്നും ആവശ്യമില്ല ഇവിടെ. ഓക്കെ, യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്സ് നമുക്ക് മാറ്റണം. ഇതുവരെ നമ്മൾ 10 വർഷമാണ് യൂസ്ഫുൾ ലൈഫ് എടുത്തത്. പക്ഷേ ഫ്രം ദിസ് ഇയർ ഓൺവേർഡ്സ് വി ഹാവ് ടു യൂസ് ഇറ്റ് ആസ് 8 years. ഡോണ്ട് ഗിവ് എനി റെട്രോസ്പെക്റ്റീവ് അമെൻമെൻറ്റ്. പുറകിലേക്ക് പോയി നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട. You just need to see what is the remaining useful life out of that 8. ആ റിമൈനിങ് യൂസ്ഫുൾ ലൈഫിലേക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, സോ ദർ ഇസ് നോ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ഫോർ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ്. ഇറ്റ്സ് ഓൺലി പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ കൊണ്ട് വരുന്ന അതിൻ്റെ ഇമ്പാക്റ്റ് അതെവിടെ കൊണ്ടുവരണം? ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ഇൻ ദി പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, SOPL. ഓക്കെ, നൗ ഈ SOPL ഏത് പീരീഡിലേക്കാണ് കൊണ്ടുവരണ്ടേ? SOPL if it affects only the current period, okay, രണ്ട് വിധത്തിൽ ഇത് വരാം. affecting only the current period, current year or current period, അങ്ങനെയാണെങ്കിൽ ആ കറണ്ട് ഇയറിൽ തന്നെ കൊണ്ടുവരിക. പക്ഷേ ഫ്യൂച്ചർ പീരീഡിലേക്ക് കൂടി പോകുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾ അതിൻ്റെ എഫക്റ്റ് കൊണ്ടുവരണം. ഓക്കെ, സോ ഇറ്റ് ഈസ് പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. നൗ when you come to the disclosures, വലിയ ഭയങ്കരമായിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് ഒന്നുമില്ല, കാരണം ഇറ്റ് ഈസ് ഓൺലി എ പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. സോ യു ഹാവ് ടു ഡിസ്ക്ലോസ് വാട്ട് ഈസ് ദ നേച്ചർ ആൻഡ് ദി എമൗണ്ട് ഓഫ് ചേഞ്ച് ദാറ്റ് ഹാസ് എൻ എഫക്റ്റ് ഇൻ ദി കറൻറ്റ് പീരീഡ് ഓർ എക്സ്പെക്റ്റഡ് ടു ഹാവ് എഫക്റ്റ് ഇൻ ദി ഫ്യൂച്ചർ ഇയർ. അപ്പോൾ എന്താണ് ആ ചേഞ്ച്, അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ എമൗണ്ട് എന്താണ്, അത് പറയണം. നെക്സ്റ്റ്, the fact that the effect of future periods is not disclosed because of impracticability or impracticality. So if it is not practical to
predict or estimate the effect of such a change in the future years. ചില സമയത്ത് ഫ്യൂച്ചറിൽ നമുക്ക് അതിൻ്റെ വാല്യൂ നെറ്റ് റിയലൈസ്ഡ് വാല്യൂ നമ്മൾ മാറ്റി ഫ്യൂച്ചറിൽ ഇമ്പാക്റ്റ് ഉണ്ടോ, ഇമ്പാക്റ്റ് ഉണ്ട്, പക്ഷേ ഫ്യൂച്ചറിൽ എന്താണ് ഇമ്പാക്റ്റ് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ, ഇല്ല. സോ ഫ്യൂച്ചറിൻ്റെ ഇമ്പാക്റ്റ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവിടെ ഒരു ഇംപ്രാക്ടിക്കാലിറ്റി ഉണ്ടെങ്കിൽ യു ഹാവ് ടു മെൻഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സി NRV method, calculation of NRV has been changed. It is a change in accounting policy. And that change in accounting policy has an effect to the current period as well as future periods. But due to the impracticality of determining the effect in the future periods, we are not commenting on that. അപ്പോൾ ആ ഒരു ഫാക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ next this, only in the year in which there is a change in the accounting estimate, you need to give these disclosures. In the subsequent years, you don't have to give. So that's all about accounting estimates. Okay, now there is one more aspect which is covered in the standard, that is errors. Okay, endana errors? Okay, errors are defined as prior period errors. Okay, prior period errors, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് കറൻറ്റ് പീരീഡ് എറർ ഇവിടെ ഒരു റെലവൻ്റ് അല്ലാത്ത? ഓക്കെ, എറർ കുഡ് ബി വാട്ട്? പ്രയർ പീരീഡ്, റിലേറ്റിംഗ് ടു പ്രയർ പീരീഡ് ഓർ റിലേറ്റിംഗ് ടു കറൻറ്റ് പീരീഡ്. എന്തുകൊണ്ടാണ് കറൻറ്റ് പീരീഡ് നമ്മളിവിടെ മെൻഷൻ ചെയ്യാത്തത്? ബിക്കോസ് കറൻറ്റ് പീരീഡ് എറർ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഫൈനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ എറർ കണ്ടുപിടിക്കുന്നതെങ്കിൽ ദെൻ ഇറ്റ് ബിക്കംസ് എ പ്രയർ പീരീഡ് എറർ. ഓക്കെ, സോ പ്രയർ എറർ ഈസ് ഓൾവേസ് എ പ്രയർ പീരീഡ് എറർ. ഓക്കെ, സോ പ്രയർ പീരീഡ് എറേഴ്സ് ആർ omissions from and misstatements in. Okay, these are omissions from financial statements or misstatements in financial statements. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒമിഷനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പ്രയർ പീരീഡ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദിസ് പ്രയർ പീരീഡ് എറർ could be related to one period or more years. So this could be either for one period or more periods. ഒരു വർഷത്തെ ആവാം, അല്ലെങ്കിൽ ഒന്നിലധികം പീരീഡുകളിൽ അല്ലെങ്കിൽ വർഷങ്ങളിലെ ആവാം. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഈ എറേഴ്സ് വരുന്നത്? arising from, okay, arising from the failure to use or misuse. Failure to use or misuse, ഉപയോഗിക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തു. ഓഫ് വാട്ട്? ഓഫ്, വെരി ഇമ്പോർട്ടൻറ്റ്, arising. ഈ എറർ എങ്ങനെ ഉണ്ടാകുന്നത്? ഇറ്റ് arises from failure to use of what? Failure to use an reliable information. Failure to use a reliable information. ഓക്കെ, അല്ലെങ്കിൽ മിസ്യൂസ് ഓഫ് എ റിലയബിൾ ഇൻഫോർമേഷൻ. രണ്ടും ആവാം. നമുക്കൊരു റിലയബിൾ ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ഉണ്ട് ഏത് സമയത്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ഫ്രണ്ട്സ്, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വിൽ ടെൽ യു വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, you can call something as a prior period error or you can call it as an error only if there was a reliable information at the time of preparing the financial statements and there was a failure to use or a misuse of that reliable information. If there was no reliable information ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണെങ്കിൽ will that result in prior period error? No. Okay, so arising from failure to use or misuse of reliable information, okay, and that information should have been available. Okay, available information that was available when the financial statements were issued. When the financial statements were issued. Financial statements issue ചെയ്ത സമയത്ത് ആ ഇൻഫർമേഷൻ ഉണ്ടാവണം. And okay, and one more condition, could have reasonably expected to be taken into account in those financial statements. Okay, available ആയിരുന്നു,
പക്ഷേ ഒരു നോർമൽ സെൻസ് വെച്ചിട്ട് യു കാൺ സേ ദാറ്റ് യു ക്യാൻ യൂസ് ദാറ്റ്. കാരണം അത്ര റിമോട്ടായിട്ടുള്ളൊരു പോസിബിലിറ്റി ആയിരുന്നു അതിനെക്കുറിച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിലും അത് എറർ ആവില്ല. സോ ഇറ്റ് വിൽ ബി എൻ എറർ ഓൺലി ഇഫ് there is an omission or misstatement in the financial statements. Okay, and that omission or misstatements was due to failure to use or misuse of a reliable information. ഒരു റിലയബിൾ ഇൻഫർമേഷൻ്റെ ഫെയിലിയർ ടു യൂസ് കൊണ്ടോ മിസ്യൂസ് കൊണ്ടോ വന്ന ഒരു ഒമിഷൻ അല്ലെങ്കിൽ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫിനാൻഷ്യൽസ്. ഓക്കെ, ആൻഡ് ദിസ് റിലയബിൾ ഇൻഫർമേഷൻ ഷുഡ് ഹാവ് ബീൻ അവൈലബിൾ വെൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് were issued. It should be available, plus it could have been reasonably expected to be taken into account. Okay, so reasonably expected to taken into account. Taken into account. Epo, while preparing the financial statements. While preparing the financial statements. Okay, while preparing the financial statements. So, ഇത് രണ്ടും അവൈലബിളും ആവണം. ഇറ്റ് ഷുഡ് ബി റീസണബിളി എക്സ്പെക്റ്റഡ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഇൻ ദോസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും നമ്മൾ ഓഡിറ്റ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് വരുന്നൊരു വലിയൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ബില്ല് നമ്മുടെ അക്കൗണ്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഇറ്റ്സ് എ പ്രയർ പീരിയഡ് ഐറ്റം. No. Just because you are accounting an invoice or a bill or an expense or an income relating to previous period in the current period, it does not become a prior period item. It will become a prior period item only if there is an omission or misstatement. Okay, in the previous period, and that omission or misstatement, other endinte aayirikkanam, it was a failure to use or misuse of a reliable information. ഈ ഇൻവോയ്സ് നിങ്ങൾ അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്ത സമയത്ത് കിട്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ, അത് വെച്ച് നിങ്ങൾ അക്കൗണ്ട് ചെയ്യണമായിരുന്നെങ്കിൽ ഓക്കെ, ശരി, നിങ്ങളത് അക്കൗണ്ട് ചെയ്യണം. ഈ ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിലില്ല, ഇപ്പോഴാണ് കിട്ടിയത്, ആൻഡ് യു ഡോണ്ട് ഹാവ് എനി ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ദിസ്. പ്രൊവിഷനൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. മേ ബി സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി. നിങ്ങൾക്ക് ഇപ്പോഴാണ് നോട്ടീസ് കിട്ടിയത്. ക്യാൻ യു? നോ, ഒരു എററല്ല. ഇനി നോട്ടീസ് ഒരു ഷോക്കോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഡിമാൻഡായിട്ട് വന്നിട്ടില്ല, ഡിമാൻഡ് ആയത് ഈ വർഷമാണ്. ഇസ് ഇറ്റ് എ പ്രയർ പീരിയഡ് എറർ? നോ. ഓക്കെ, സോ പ്രയർ പീരിയഡ് എറർ ഹാവ് ടു ബി വെരി 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 സ്ട്രിക്ട്ലി ഇൻ്റർപ്രറ്റഡ് ഇൻ ദിസ് മാനർ. ഓക്കെ, നൗ some examples if you ask. Prior period errors includes mathematical mistakes, then mistakes in applying accounting policies, okay, oversights and misinterpretation of facts, then frauds, etc. Okay, now ഒരു എറർ വന്നാൽ എന്ത് ചെയ്യണം? If there is an error, you have to correct the error. എങ്ങനെ കറക്റ്റ് ചെയ്യുക? Correct all the errors. Correct the errors. Prospectively ആണോ retrospectively ആണോ? Always correct the error retrospectively. Okay, and if you want to have a retrospective correction of the error, എന്ത് ചെയ്യണം? You have to restate the comparative amounts of prior periods by restate the comparative figures for previous periods. ഈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എറർ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ പ്രീവിയസ് പീരീഡിലെയും കമ്പാരിറ്റീവ് ഇൻഫോർമേഷൻസ് നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യണം. ജസ്റ്റ് ലൈക്ക് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസീസിൽ നമ്മൾ റെട്രോസ്പെക്റ്റീവ് അമെൻമെൻറ്റ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ ഇവിടെ വേണം. സോ റീസ്റ്റേറ്റ് ദി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ഓർ ഇക്വിറ്റി ഫോർ ദി ഏർലിയസ്റ്റ് പീരീഡ് പ്രസൻറ്റഡ്. അപ്പോൾ 3 വർഷമാണ് ജനറലി മിനിമം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ 3rd ഇയർ തുടങ്ങി നമ്മൾ ഇതിനെ ചെയ്യണം. Okay, and if it is impractical to determine the period specific effects of this error, okay, then what do you have to do? Restate the opening balances of the earliest period practical. ഏതാണോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏർലിയസ്റ്റ് പീരീഡ് അതിലേക്ക് നിങ്ങൾ റീസ്റ്റേറ്റ് ചെയ്യണം. 30 വർഷം മുമ്പ് തുടങ്ങിയ എറർ ആണെങ്കിൽ 5 വർഷം മുമ്പാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് റീസ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ 5 വർഷം, 30 വർഷം ചെയ്യാൻ പറ്റുമെങ്കിൽ 30 വർഷം. I hope that is clear. Now next, disclosures. If there is an errors, what are the disclosures you have to give? 1. Nature of prior period error.
Now, second, for each period presented, prior period presented, if it is practical, disclose the correction to each line affected. നമ്മൾ അക്കൗണ്ടിങ് പോളിസിയിൽ നമ്മൾ പറഞ്ഞു എപ്പോഴും ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ഉണ്ടെങ്കിൽ പ്രയർ പീരീഡ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോ ലൈൻ നമ്മളെടുത്ത് ആ ലൈനിൽ എന്താണ് എഫക്റ്റ് വന്നേക്കുന്നത്. ഇപ്പോൾ എംപ്ലോയി കോസ്റ്റിലാണ് നമുക്ക് ചേഞ്ച് വന്നേക്കുന്നത് അക്കൗണ്ടിങ് പോളിസി. ആ എംപ്ലോയി കോസ്റ്റ് എന്നുള്ള ലൈൻ എടുത്ത് ആ ലൈനിൽ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താണ്, അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തുകൊണ്ട് എന്താണ്, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പാക്ട്. സിമിലർലി കറന്റ് ലയബിലിറ്റി, സാലറി പേയബിൾ ഉണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റി ഫോർ ഗ്രാറ്റുവിറ്റി, അങ്ങനെ എന്തോ ആവാം. ഇവിടെയൊക്കെ ആ എമൗണ്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. സിമിലർലി ഇൻ എറേഴ്സ് ഓൾസോ എവിടെയാണ് ചേഞ്ച് വന്നേക്കുന്നത്, ലെറ്റ്സ് സേ കൺസെപ്ഷനിലാണ് ചേഞ്ച് വന്നേക്കുന്നത്. ആ കൺസെപ്ഷൻ എന്താണ്, എറർ നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എമൗണ്ട്, കണ്ടുപിടിച്ചിരുന്നുകൊണ്ട് എത്ര എമൗണ്ട് വന്നു, വാട്ട് ഈസ് ദി ഇമ്പാക്ട്. സോ ദി ഇമ്പാക്ട് ഓൺ ഈച്ച് ലൈൻ ഓഫ് ഐറ്റം എഫക്റ്റഡ്. സെയിം വേ ലൈൻ ഓഫ് ഐറ്റം ഏർണിങ്സ് പെർ ഷെയറിൽ വന്നേക്കുന്ന എഫക്റ്റ്, ഇത് രണ്ടും ഡിസ്ക്ലോസ് ചെയ്യണം. Then the amount of correction at the beginning of the earliest period presented. Then if retrospective application is impractical, explain and describe how the error was corrected in the financials. Retrospective application practical alla, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, you have to give a note stating that it is not practical due to these reasons and this is how we have corrected the error in the current period. Okay, so again the last point, subsequent periods, should you repeat these disclosures in the subsequent periods? No, you have to give the disclosures only in the year in which prior period was identified and its effect was given in the financial statements. So friends, that's all about prior period error. So in IND AS 8 we have covered 3 aspects: accounting policies, change in accounting estimates and errors. I hope that was helpful. Thank you.